JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. നമ്മളെല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്ന ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ്. ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇനി വരുമോ എന്നൊക്കെ ആശങ്കയിൽ പെട്ടിരുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു സമാധാനപരമായ രീതിയിൽ പഠിച്ച് ജോലി ലഭിക്കാവുന്ന രീതിയിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കാരണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. 106/2025, 107/2025 വന്നിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഗസറ്റ് ഡേറ്റ് 17/6/2025, ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 16/7/2025 ആണ്. കാറ്റഗറി നമ്പർ 107/2025 ആണ്. നെയിം ഓഫ് ദ ഫേം വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ്സ്. നെയിം ഓഫ് പോസ്റ്റ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ബൈ ദ കൺസേൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. വേക്കൻസി ഒഴിവുകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2/1/1989 ആൻഡ് 1/1/2007 ബോർഡ് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC ST OBC കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ യോഗ്യത എന്ന് പറയുന്ന SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്, കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ലോവർ KGTE, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGTE ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. DCAയുടെ നോട്ടിഫിക്കേഷൻ ഒന്നും DC ഒന്നും ഇതിൻ്റെ അകത്ത് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ അടുത്തത് 106/2025 ആണ്. 17/6/2025 ആണ് ഗസറ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് 16/7/2025 ആണ്. നെയിം ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 9190, 15,780 ആണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. അപ്പോൾ ഇതും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. SC ST OBC കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. അപ്പോൾ അതുകൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGTE വിത്ത് വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മലയാളം KGTE ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് ഇതിന്റെ യോഗ്യത പറയുന്ന. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം DCA ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ DCA പ്രത്യേകമായിട്ട് തന്നെ ചോദിച്ചിട്ടില്ല, എല്ലാം ലോവർ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ KGTE ലോവർ ആണ്. ഇംഗ്ലീഷ് മലയാളം ആൻഡ് വേർഡ് പ്രോസസിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇതിലേക്ക് ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ ഈ തസ്തികകളിലേക്കെല്ലാം തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭ്യമാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതാണ്. എങ്കിലേ നിങ്ങൾക്കൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ക്ലാസ്സുകളെല്ലാം തന്നെ ഓൾറെഡി പൂർത്തിയായ ക്ലാസ്സുകളെല്ലാം തന്നെ ധാരാളം ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ റാങ്ക് ഫയലും ഉണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.